സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ എന്നെങ്കിലും പോയിട്ടുള്ളവരും ഇനി പോകാൻ സാധ്യതയുള്ളവരും ഈ വീഡിയോ കാണണം. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ചികിത്സ തേടുന്നവരെ ഉറപ്പായും ഈ വിവരം നിങ്ങൾ അറിയിക്കണം. അത്രയ്ക്കും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി മുതൽ OP സമയം കഴിഞ്ഞാലും ടോക്കൺ എടുത്ത എല്ലാ രോഗികളെയും ഡോക്ടർ പരിശോധിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റികളിൽ എത്തുന്ന രോഗികളുടെ അഡ്മിഷൻ നടപടികൾ അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കണം. ഗുരുതര പരിക്കേറ്റ് വരുന്നവർക്ക് 5 മിനിറ്റിനുള്ളിൽ ചികിത്സ ആരംഭിക്കണം. ഇനി മെഡിക്കൽ കോളേജുകളിൽ എല്ലാ കിടപ്പ് രോഗികൾക്കും വെവ്വേറെ കട്ടിൽ, മെത്ത, തലയണ എന്നിവ ഉണ്ടാവും. രോഗികളെ തറയിൽ കിടത്താനോ വെറുതെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാനോ ഇനി സാധിക്കില്ല. അഡ്മിറ്റ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കണം. OP, ഫാർമസി, ലാബ് തുടങ്ങിയ എല്ലായിടത്തും ഇനി പ്രായമായവർക്കും അംഗപരിമിതർക്കും പ്രത്യേക ക്യൂ ഉണ്ടാവും. എല്ലാ മെഡിക്കൽ കോളേജ് ജീവനക്കാരും രോഗികളോടും കൂട്ടിരിപ്പുകാരോടും മാന്യമായി പെരുമാറണം. എല്ലാ OPകളിലും കുടിവെള്ളം, വേസ്റ്റ് ബിൻ, രോഗികൾക്കുള്ള കസേര, ഫാൻ എന്നിവ ഉറപ്പാക്കണം. ശുചിമുറികൾ ഓരോ മണിക്കൂറിലും വൃത്തിയാക്കണം. ഫാർമസികളിൽ നിന്ന് ഡോക്ടറെ കാണാതെ തന്നെ 6 മാസം വരെയുള്ള മരുന്നുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഡിസ്ചാർജ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഫാർമസിയിൽ നിന്ന് 1 മാസത്തേക്കുള്ള മരുന്ന് ഒറ്റത്തവണയായി നൽകണം. ഡിസ്ചാർജ് റിപ്പോർട്ട് വിശദമായി തയ്യാറാക്കണം. ആശുപത്രികളിലെ എല്ലാ ബ്ലോക്കിലും മേ ഐ ഹെൽപ്പ് യു ഡെസ്ക് ഉണ്ടാവും. ഈ നിർദ്ദേശങ്ങളെല്ലാം 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കണമെന്ന് കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും പോരായ്മ കണ്ടാൽ നമുക്ക് പരാതിപ്പെടാൻ എല്ലാ കൗണ്ടറുകളിലും സൗകര്യം ഉണ്ടാവും. ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കും നമുക്ക് പരാതി നൽകാം. നടപടി ഉറപ്പാണ്. നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ വരാൻ പോകുന്ന ഈ നല്ല മാറ്റങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ മറക്കണ്ട. താങ്ക് യു.